മൂക്കുത്തിപ്പെണ്ണിനെ പ്രണയിച്ച തെമ്മാടി ചെക്കൻ. രചന ഷബീർ മരക്കാർ. കോളേജില് അന്നാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത്. അതൊരു തല്ലിൻ്റെ ഇടയിൽ. കോളേജിലെ എൻ്റെ കോളേജിലായിരുന്നെങ്കിലും അടി തൊട്ടപ്പുറത്തെ കോളേജിലാണെന്ന് മാത്രം. എൻ്റെ കോളേജിൽ വന്ന് അലമ്പ് കളിച്ചവർ അവരുടെ കോളേജിൽ കയറി തല്ലി ആണത്തം കാണിക്കാൻ കൂട്ടുകാരുടെ കൂടെ ഇറങ്ങി തിരിച്ച ആ ദിവസം. അടിയും കഴിഞ്ഞ് ആ കോളേജിലെ വിദ്യാർത്ഥി നേതാവിൻ്റെ മധ്യസ്ഥയിലെ സമാധാന ചർച്ചയും കഴിഞ്ഞ് ഞങ്ങൾ ബൈക്ക് മുന്നോട്ടെടുത്തപ്പോഴാണ് അവൾ വന്ന് കുറുകെ ചാടിയത്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോഴേക്കും ബൈക്ക് അവളെ തട്ടിക്കഴിഞ്ഞിരുന്നു. കയ്യിലുണ്ടായിരുന്ന ചോറ് പാത്രടക്കം അവൾ വീണു. അവൾക്കൊന്നും പറ്റിയില്ലെങ്കിലും ചോറ് മുഴുവൻ നിലത്തുപോയി. ആളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴാണ് ആളുടെ മുഖം ശരിക്കും കാണുന്നത്. ഒരു വെള്ളക്കല്ല് വെച്ച് മൂക്കുത്തി അണിഞ്ഞൊരു ഉണ്ടക്കെണ്ണി. എന്തോ ആ ഉണ്ടക്കണ്ണുകൾ എൻ്റെ നെഞ്ചിലോട്ട് തറച്ചേറിയതുപോലെ. ഞാനൊരു സോറി പറഞ്ഞു. പക്ഷെ ആളെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടാണ്ടോ തിരിച്ചു കിട്ടിയത്. തിരിച്ച് കോളേജിലെത്തിയിട്ടും എനിക്കൊന്നിനൊരു മൂടുണ്ടായിരുന്നില്ല. എവിടെ നോക്കിയാലും ആ മൂക്കുത്തിയും ഉണ്ടക്കണ്ണും മാത്രം. ആളെ വീണ്ടും ഒന്ന് കാണാൻ തോന്നിയെങ്കിലും അങ്ങോട്ട് ചെന്നാൽ പിള്ളേരെടുത്ത് പഞ്ഞിക്കിടുന്ന ബോധമുള്ളതുകൊണ്ട് അതിന് മുതിർന്നില്ല. ആളുടെ കോളേജിലെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ആളുടെ വിവരങ്ങൾ ഞാൻ തെരഞ്ഞുപിടിച്ചു. ദിയ എന്നാണ് പേര്. ആരോടും സംസാരിക്കാത്ത പ്രകൃതം. കോളേജിൽ 1-2 പേര് ഒഴിച്ചാൽ വേറെ ആരോടും ഒരു കൂട്ടമില്ലാത്തൊരു സ്പെഷ്യൽ ഐറ്റം. BBA 1ാം വർഷ വിദ്യാർത്ഥി. കൊള്ളാലോ. ഫേസ്ബുക്ക് ID കണ്ടുപിടിച്ച് റിക്വസ്റ്റ് അയച്ചു. ആരും മൈൻഡ് ചെയ്യാൻ. അവസാനം കുറെ മെസ്സേജുകൾ അയച്ചു. അതിന് റിപ്ലൈ ഇല്ല. കാത്തിരിപ്പിന്റെ 5 ദിവസങ്ങൾ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒന്നിനൊരു ഉഷാറുമില്ല. അന്നൊരു ഞായറാഴ്ച രാവിലെ തന്നെ ഫോണിൽ നിർത്താൻ മെസ്സേജുകൾ വരുന്ന കേട്ടാണ് എണീറ്റ്. ഏത് തിണ്ടിയാണ് രാവിലെ തന്നെ എന്ന് വിചാരിച്ചാണ് ഫോൺ എടുത്ത്. മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതെ, അവള് തന്നെ, റിയാന തോമസ്. വിശ്വാസം വരാത്തോണ്ട് ഒന്നുകൂടെ നോക്കി. അതെ, അവള് തന്നെ. പനിച്ച് കിടപ്പിലായിരുന്നു. അതുകൊണ്ടാണ് മെസ്സേജ് ഒന്നും കാണാതിരുന്നും റിപ്ലൈ തരാതിരുന്നെന്നും അവൾ പറഞ്ഞു. പിന്നെ കുറെ സോറി. അന്ന് ബൈക്കിന് മുമ്പിൽ ചാടിയതും എന്നിട്ടൊരു സോറി പോലും പറയാതിരുന്നതിനും. എന്താ പറയാ, പട്ടിണി കിടക്കുന്നതിന് മുമ്പിൽ ഒരു ഫുൾ ചിക്കൻ ബിരിയാണി വെച്ച് കൊടുത്ത അവസ്ഥയായിരുന്നു എനിക്ക്. അന്ന് മുഴുവൻ ഞങ്ങൾ സംസാരിച്ചു. എന്തോ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അടുത്തു. നല്ല കൂട്ടുകാരായി. ആളെ കുറിച്ച് അറിഞ്ഞതൊന്നുമല്ലായിരുന്നു അവള്. വാതോരാ സംസാരിക്കുന്ന ഒരു കാന്താരി. ഓരോ ദിവസം കഴിയും തോറും ആളോടുള്ള ഇഷ്ടം കൂടി കൂടി വന്നുകൊണ്ടിരുന്നു. പക്ഷെ അവളോട് അതേപറ്റി പറയാൻ കഴിയുന്നില്ല. ഒരുപാട് തവണ ശ്രമിച്ചു പറയാൻ, പക്ഷെ കഴിയുന്നില്ല. എന്തോന്ന് എന്നെ പിടിച്ചിർത്തുന്നു. 5 മാസം കൂടെ കഴിഞ്ഞാൽ എന്റെ എഞ്ചിനീയറിംഗ് കഴിയുകയാണ്. ആളുടെ മുന്നിൽ എൻ്റെ ഉള്ളിൽ ഇഷ്ടം അറിയിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അന്ന് രാത്രി സംസാരിക്കുന്നതിൽ ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നോട് വല്ലാത്ത മോഹബത്താണിടി പെണ്ണേ. ഈ ജീവിതം മുഴുവൻ എനിക്ക് നിന്നെ വേണം. മറുതലക്കൽ കുറച്ചു നേരത്തേക്കൊന്നും കേട്ടില്ല. ഇച്ചിരി കഴിഞ്ഞ് എനിക്ക് ഉറക്കം വരണം, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ ഫോൺ കട്ടായി. സാധാരണ ഉറക്കം വരാത്ത അവൾക്ക് ഉറക്കം വരുമെന്ന് പറഞ്ഞു പോയപ്പോഴേ എനിക്ക് മനസ്സിലായി നൈസായിട്ട് മുങ്ങിയതാണെന്ന്. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. പിറ്റേന്നൊരു ഗുഡ് മോർണിംഗ് അയച്ചു നോക്കി. പക്ഷെ മെസ്സേജ് പോകുന്നില്ല. കുറച്ച് കഴിഞ്ഞൊന്ന് വിളിച്ചു നോക്കി. ഫോൺ ഓഫ്. എന്തു പറ്റിയെന്നറിയാൻ ടെൻഷൻ. കോളേജിൽ പോയി അന്വേഷിച്ചപ്പോൾ അവൾ വീട്ടിൽ പോയേക്കുവാണെന്ന് അറിഞ്ഞു. എൻ്റെ ഇഷ്ടം അവളോട് പറയാൻ തോന്നിയ ആ നിമിഷത്തെ ഓർത്ത് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നാൻ തുടങ്ങി. കാരണം ആളൊരു നോക്ക് കാണാൻ പറ്റാതെ ഒരു വാക്ക് പോലും മിണ്ടാതെ ഭ്രാന്ത് പിടിച്ചു പോകുമോ എന്ന് പോലും തോന്നിപ്പോകുന്ന ഒരവസ്ഥയായിരുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കോളേജിലിരിക്കുമ്പോൾ അവളുടെ കോള് വരുന്നത്. ഫ്രീ ആണെങ്കിൽ എന്നെ ഒന്ന് മറൈൻ ഡ്രൈവറെ ഡ്രോപ്പ് ചെയ്ത് തരാൻ കഴിയുമോ? ഞാനിവിടെ ബസ് സ്റ്റോപ്പിലുണ്ട്. എനിക്കപ്പോൾ എന്താ തോന്നിയതെന്നൊന്നും അറിയില്ല. ബൈക്ക് എടുത്ത് പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തെത്തി. ഈ ഒരാഴ്ച കൊണ്ട് ഒരുപാട് മാറിപ്പോയിരിക്കുന്ന അവള്. നന്നായി ക്ഷീണിച്ചിരിക്കുന്നു. കൺതടങ്ങൾ കറുത്ത് കരുവാളിച്ചിരിക്കുന്നു. എന്നെ കണ്ടതും വന്ന അവൾ പുറകിൽ കയറി. ഞാൻ ബൈക്ക് മുന്നോട്ടെടുത്തു. അവിടെ എത്തുന്നവരെ ഞങ്ങൾ മിണ്ടിയില്ല. എന്തൊക്കെയോ ചോദിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ആരോ തൊണ്ടയിൽ പിടിച്ചു വലിച്ച പോലെ ഒന്നിനും കഴിഞ്ഞില്ല. അങ്ങനെ മറൈൻ ഡ്രൈവ് എത്തി. ആളിറക്കി ഞാൻ ബൈക്ക് തിരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇക്ക സമയണ്ടി കുറച്ചു നേരം കൂടെ വരുമോ? ഇച്ചിരി സംസാരിക്കാനുണ്ടായിരുന്നു. ശരി എന്നും പറഞ്ഞ് കൂടെ ചെന്ന് നടക്കുമ്പോൾ അവൾ പറയാൻ പോകുന്ന എന്താവുമെന്ന് ഞാൻ വ്യക്തമായി ഊഹിച്ചിരുന്നു. എല്ലാ പെൺപിള്ളേരെയും സ്ഥിരം കുറച്ച് വാക്യങ്ങളുണ്ടല്ലോ. നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എനിക്കങ്ങനെ കാണാൻ കഴിയില്ല. നീ എൻ്റെ നല്ലൊരു ഫ്രണ്ട് അല്ലേടാ. എൻ്റെ അച്ഛനെയും അമ്മയെ ചായച്ചുകൊണ്ട് എനിക്കൊന്നിനും കഴിയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണല്ലോ. എന്തായാലും അവിടെ വായിൽ നിന്ന് തന്നെ കേൾക്കാലോ. എന്നിട്ട് അങ്ങൊരു ചിരിച്ചുകൊണ്ട് മനസ്സിൽ നിന്നങ്ങ് പറിച്ചു കളഞ്ഞേക്കാം എന്നും വിചാരിച്ചു. അങ്ങനെ ഒരു മരത്തള്ള ഒരു ബെഞ്ചിൽ ഞങ്ങൾ ഇരിപ്പുറപ്പിച്ചു. കുറച്ചുനേരം മൗനം തളം കിട്ടിയിരുന്നു. ഞങ്ങൾക്കിടയിൽ വാതോരാ സംസാരിച്ചിരുന്ന ഇവൾക്ക് ഇത് എന്നാ പറ്റിയെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ആൾക്ക് പറയാനുള്ളത് എന്തായാലും അതിനെ ഉൾക്കൊള്ളാൻ മനസ്സിനെ പാകപ്പെടുത്തി ഞാൻ. പക്ഷെ എനിക്ക് തെറ്റി. ഞാൻ ഊഹിച്ചവും സങ്കല്പിച്ചവും ഒന്നും അല്ലായിരുന്നു ആൾക്ക് പറയാനുണ്ടായിരുന്നത്. അവളുടെ തന്നെ കഥയായിരുന്നു. അപ്പന്റെയും അമ്മയുടെയും തകർന്ന കുടുംബത്തിന്റെ നോവുകൾ നിറഞ്ഞ കഥ. തോമസ് എന്ന അവളുടെ അപ്പൻ
ജിജി എന്ന അമ്മയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതായിരുന്നു. രണ്ട് മതത്തിൽപ്പെട്ടവർ പ്രണയിച്ച് വിവാഹിതരായതുകൊണ്ട് തന്നെ അന്നേ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊന്നും വകവെക്കാതെ അമ്മയെ അപ്പൻ വിളിച്ചിറക്കി കൊണ്ടുപോയി. ഒടുവിൽ പോലീസ് കേസും സ്റ്റേഷനിൽ വെച്ചുള്ള രജിസ്റ്റർ വിവാഹവുമായി ആ ജീവിതം മുന്നോട്ട് പോയി. അങ്ങനെ അവളും പിന്നെ ഒരു അനിയനും ജനിച്ചു. സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ കുടുംബം പെട്ടെന്നാണ് തകർന്നടിഞ്ഞത്. അപ്പനും അമ്മയും വഴക്കിട്ട് പിരിഞ്ഞുപോയി. അപ്പം പോയതിനു ശേഷം അവൾ അമ്മയ്ക്കൊപ്പമായിരുന്നു. എന്നാൽ ഒരു ദിവസം കുടുംബം തകരാൻ കാരണം അമ്മയാണെന്ന കൈപ്പേറിയ തിരിച്ചറിവ് അവളുടെ ഉള്ളിൽ അമ്മയോടുള്ള വെറുപ്പ് കൂട്ടി. അങ്ങനെ വീട് വിട്ടിറങ്ങി പലയിടത്ത് ഹോസ്റ്റലിൽ ജോലി ചെയ്തും ഒടുവിൽ ഏതോ ഒരു ആന്റിയുടെ കാരണത്തിൽ അവരുടെ വീട്ടിൽ താമസിച്ചും പഠനം തുടരേണ്ടി വന്നുമെല്ലാം അവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. അത് കേട്ട് ഒരു നിമിഷം ഞാൻ സ്തബ്ധനായി പോയി. ഇത്രയേറെ വേദനകൾ ഉള്ളിൽ ഒതുക്കിയാണോ എൻ്റെ മുമ്പിൽ ഇവൾ ഇത്രയും നാൾ ചിരിച്ചും സന്തോഷിച്ചും നടന്നിരുന്നത്. ഇങ്ങനെയുള്ള എന്നെ ഒരിക്കലും ഇക്കയുടെ കുടുംബം കയറ്റില്ല. ആരും വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ട. അതുകൊണ്ട് ഇക്കാക്ക് തോന്നി ഇവിടെ വെച്ച് മറക്കണം. ഇങ്ങനെ ദുരന്ത ജീവിതമായിട്ട് നടക്കുന്ന ഒരുത്തെ കണ്ടുമുട്ടിയിട്ടില്ലെന്ന് കരുതണം. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് തീരണം. കണ്ണീരോട് അവൾ തുടർന്നു. ഇക്കയെ കണ്ടുമുട്ടിയ മുതൽ ഇക്ക തന്ന സ്നേഹവും സംരക്ഷണവും എനിക്കൊരുപാട് ലഭിച്ചു. ഞാൻ കുറേ കാലത്തിന് ശേഷം ഒത്തിരി സന്തോഷിച്ചു. എന്നാൽ ഞാനതെല്ലാം മനസ്സിൽ നിന്നും പറിച്ചറിഞ്ഞു. ഒരാഴ്ച കൊണ്ട് എല്ലാം ഞാൻ എൻ്റെ കണ്ണീരിൽ അലിയിച്ച് കളഞ്ഞു. ഇത് നമ്മുടെ അവസാനത്തെ കണ്ടുമുട്ടില്ല. ഇനി ഞാൻ ഇക്കാരുടെ മുമ്പിൽ വരില്ല. ആൾ എഴുന്നേറ്റതും ഞാൻ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ്, അല്ലാതെ നിന്റെ കുടുംബത്തെ അല്ല. ഈ ജീവിതം കണ്ണീരലിഞ്ഞ് തീരേണ്ടതല്ല പെണ്ണേ. ഇനി ഈ കണ്ണുകൾ നിറയാൻ സമ്മതിക്കില്ല. എനിക്ക് നീ വേണം. അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെയാ. അത് മനസ്സിലാക്കുന്നവര് മാത്രം മതി നമുക്ക്. മരണം വരെ കൂടെ ഉണ്ടാവുന്ന വാക്ക് തരുക ഞാൻ. തുടർന്ന് കരഞ്ഞുകൊണ്ട് എന്റെ നെഞ്ചിലേക്ക് വീണ അവളെ ഞാൻ ഒന്നുകൂടെ മുറുക്കെ പിടിച്ചു. ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ കരച്ചിലാണ്. മാക്സിമം കരഞ്ഞോളൂ പെണ്ണേ. എനിക്കറിയണമെങ്കിൽ എന്റെ പെർമിഷൻ വേണം. അവിടുന്ന് അങ്ങോട്ട് ഞങ്ങളുടെ ദിവസങ്ങൾ പ്രണയത്തിന്റെയും സന്തോഷത്തിന്റെയും മാത്രമായിരുന്നു. രണ്ടുപേരും ഹോസ്റ്റലിലായതുകൊണ്ട് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടും ഞങ്ങളുടെ ആ നാളുകൾക്ക് മാധുരി അല്പം കൂടുതലായിരുന്നു. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നുപോയത്. കോളേജ് ലൈഫ് തീർന്നു. അവസാന പരീക്ഷയും കഴിഞ്ഞു. എല്ലാവരും സ്വപ്നം പോലെ കടന്നുപോയി. എല്ലാം അവസാനിപ്പിച്ച് വീട്ടിൽ തിരിച്ചെത്തി എനിക്ക് സങ്കടം സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. 4 വർഷം ജീവിച്ച ആ വാടക വീടിനോട് മാത്രമല്ല, എന്റെ ജീവനായ റിയെ കാണാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നത്. എന്തു ചെയ്യുമെന്ന് ഒരുപാട് ആലോചിച്ചു. ഒടുവിൽ എന്തു വന്നാലും ചാടി പുറപ്പെടാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ജോലി അന്വേഷിക്കാനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് വീണ്ടും ഇറങ്ങി നേരെ നമ്മുടെ സ്വർഗമായിരുന്ന ആ വാടക വീട്ടിലേക്ക് തന്നെ വെച്ചുപിടിച്ചു. ഇപ്പൊ അവിടെ ജൂനിയേഴ്സാണ് താമസം. എങ്കിലും എന്നെ കണ്ട റിയയുടെ സന്തോഷത്തിന് അതിരുകളിലായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്തത്ര മനോഹരമായ ദിവസങ്ങളായിരുന്നു പിന്നീട് ഞങ്ങളെ കാത്തിരുന്നത്. ഞങ്ങൾ സമയം പോകുന്നതേ അറിഞ്ഞില്ല. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. ഞങ്ങളുടെ പ്രണയത്തിന് മുന്നിൽ ദൈവത്തിന് പോലും അസൂയ തോന്നിപ്പോയിരിക്കാം. അങ്ങനെ എനിക്ക് ഒരു ദിവസം വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. ഉമ്മച്ചിയായിരുന്നത്. ഉമ്മച്ചി പെട്ടെന്ന് പറഞ്ഞേർത്ത് ആ വാർത്ത കേട്ട് എന്റെ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോയതുപോലെ ഞാൻ തകർന്നുപോയി. കണ്ണു നിറഞ്ഞു ഒഴുകി തുടങ്ങിയിരുന്നു. ഉപ്പ മോനൊരു ജോബ് ശരിയാക്കിയിരിക്കുന്നു, അതും ദുബായിൽ. അടുത്ത ആഴ്ച തന്നെ പോകണം. ആ ഒരു വാർത്ത തങ്ങൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. പിറ്റേന്ന് ഞാൻ വീട്ടിലേക്ക് യാത്രയായി. കണ്ണീരിൽ കുതിർന്നായിരുന്നു അവിടെ എന്നെ യാത്രയാക്കിയത് എന്ന് പറയുന്നാവും ശരി. പോകുന്നതിന് മുന്നേയുള്ള ആ 4 ദിവസങ്ങളിൽ ഫോണിലൂടെ ഞങ്ങൾ പരസ്പരം കൈമാറിയത് ഞങ്ങളുടെ കണ്ണുനീർ മാത്രമായിരുന്നു. അങ്ങനെ ആ ദിവസവും വന്നെത്തി. എയർപോർട്ടിൽ പോകും വഴി അവളെ കാണാൻ പോയെങ്കിലും അന്ന് അവൾ കരഞ്ഞില്ല, ഞാനും കരഞ്ഞില്ല. പകരം എനിക്ക് അവളൊരു വാക്ക് തന്നു. എത്ര കാലം കഴിഞ്ഞാലും എനിക്കായി അവൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവുമെന്ന്. ഏത് പ്രതിസന്ധിയിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ ആ ഒരു വാക്ക് മാത്രം മതിയായിരുന്നു. പിന്നീടുള്ള 2 വർഷം നീണ്ട പ്രവാസം അത്ര സുഖകരമായിരുന്നില്ല. മനസ്സ് പലതവണ പതറിയപ്പോഴൊക്കെ എന്നെ പിടിച്ചു നിർത്തിയത് അവളുടെ ആശ്വാസ വാക്കുകളായിരുന്നു. ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുവരെ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവച്ച ശേഷമേ ഞങ്ങൾ ഉറങ്ങാറുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു ഒഴിവു ദിവസം രാവിലെ ഫോൺ റിങ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ ഉണർന്നത്. ആരായിരിക്കും ഈ ഒഴിവു ദിവസമായ രാവിലെ തന്നെ? അവൾ സാധാരണ ഈ സമയത്ത് വിളിക്കാറില്ലല്ലോ. എങ്കിലും ഞാൻ ഫോൺ എടുത്ത് നോക്കി. ഖത്തറിൽ നിന്നുള്ള ജിനുവാണ്. എൻ്റെ കോളേജ് കാലം മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ. ഖത്തറിൽ എഞ്ചിനീയറാണ്. ഈ തെണ്ടിയെ ഞാൻ മിക്കവാറും കൊല്ലും, എനിക്ക് മടുത്തു. ഫോൺ എടുത്ത വാളെ ജിനുവിൻ്റെ അലർച്ചയാണ് കേട്ടത്. അവൻ്റെ മാനേജറുമുണ്ടായ വഴക്കിൻ്റെ ബാക്കിയാണ് അവൻ പറയുന്നത്. ആ ഫോൺ കോളിലൂടെ പ്രവാസ ലോകത്ത് എനിക്ക് അവനും കിട്ടുന്ന അനുഭവം ഏതാണ്ട് ഒരുപോലെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ രണ്ടുപേരും കുറേയധികം കാര്യങ്ങളിരുന്ന് ആലോചിച്ചു. ഒടുവിലൊരു തീരുമാനത്തിലെത്തി. ഈ കോപ്പിലെ പണി വിളിച്ചിറങ്ങി നാട്ടിൽ പോയി സ്വന്തമായിട്ടൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്താലോ ഒന്ന്. എന്നാൽ ശരിടാ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വീണ്ടും പുതപ്പിനടിയിലേക്ക് ചുരുണ്ടുകൂടി കിടന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ്റെ ഫോൺ. ഞാൻ ജോലി രാജിവെച്ചു. അടുത്ത മാസം നാട്ടിലേക്ക് പോവുകയാണ്. നീ എപ്പോഴാണ് എത്തുന്നത്?
ആദ്യം ഞാനത് കേട്ടൊന്ന് പകച്ചുപോയി. ദൈവമേ പെട്ടുപോയല്ലോ. ഇത്ര പെട്ടെന്ന് അവനിങ്ങനെ തീരുമാനമെടുക്കാൻ ഞാൻ കരുതിയില്ല. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ ഫോൺ വെച്ചു. ഉടൻ തന്നെ ഞാൻ എൻ്റെ റിയയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആളുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ആ സന്തോഷങ്ങളെ എനിക്ക് കഴിയുമായിരുന്നില്ല. നാട്ടിലേക്ക് പോകുക തന്നെ. ഞാൻ ജിനുവിനെ തിരിച്ചു വിളിച്ച് അടുത്ത മാസം ഞാനും എത്തിയേക്കാമെന്ന് പറഞ്ഞു. ആരും അതിൽ വലിയ സന്തോഷമായി. പിന്നെ അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഒരു മാസത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തേക്കാൾ ദൈർഘ്യം തോന്നിപ്പിച്ചു ആ ഒരു മാസം. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഒടുവിൽ നാട്ടിലേക്ക് പുറപ്പെടാറായി. വീട്ടുകാർക്കും കൂട്ടുകാർക്കും വേണ്ടിയൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി. നീയോ, നിനക്കെന്തെങ്കിലും വേണോ? ഞാൻ റിയോട് ചോദിച്ചു. ഒന്നിങ്ങോട്ട് വാ, ആ മുഖം ഒന്ന് കണ്ടാൽ മാത്രം മതിക്ക എന്നായിരുന്നു അവളുടെ മറുപടി. അങ്ങനെ ഞാൻ നാട്ടിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും ജിനു എത്തിക്കഴിഞ്ഞിരുന്നു. ഒരു ദിവസം മുഴുവൻ വീട്ടുകാരുമൊത്ത് ചെലവഴിച്ച ശേഷം പിറ്റേന്ന് വെളുപ്പിന് തന്നെ ഞാൻ ബൈക്ക് എടുത്ത് ഇടുക്കി ജില്ലയിലെ അടിമാലിയിലേക്ക് എൻ്റെ പെണ്ണിനെ കാണാൻ വിട്ടു. 5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഞാൻ അവിടെ എത്തിയപ്പോൾ അവൾ കാത്തിരിപ്പുണ്ടായിരുന്നു. കണ്ടയുടനെ അവൾ ഓടി വന്ന് ഇറുക്കെ കെട്ടിപ്പിടിച്ചു. ചുറ്റും നിൽക്കുന്ന ആളുകൾ ഞങ്ങൾ നോക്കാൻ തുടങ്ങി. നീ പാത്തു, ആളുകൾ നോക്കുന്നുണ്ട് കേട്ടോ, അവരോട് പോകാൻ പറ, അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. ആൾ പറഞ്ഞ ആ മറുപടിയായിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു പോയി. അവിടെ ഒരു ചെറിയ പാർക്കിലേക്ക് ഞങ്ങൾ നടന്നു. അവിടെ ഇരുന്ന് അവൾ പറഞ്ഞു, ഇക്ക തടിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഈ താടിക്ക് നല്ല മൊഞ്ചുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ആ പെണ്ണിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. സമയം എങ്ങനെയാണ് കടന്നുപോയതെന്ന് ഞങ്ങൾ അറിഞ്ഞേയില്ല. ഒടുവിൽ അവളെ വീട്ടിലിറക്കി ഞാൻ തിരിച്ചു വന്നു. പിറ്റേന്ന് ജിനുവിനെ കണ്ട് ഓഫീസ് തുടങ്ങേണ്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഞങ്ങൾ വൈകാതെ പണികൾ ആരംഭിച്ചു. ഓഫീസിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവളോടുള്ള വിളികളിലും സംസാരത്തിലും ചെറിയ കുറവുകൾ വന്നു തുടങ്ങി. എങ്കിലും അവൾക്കതിൽ യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. എന്റെ ഓരോ അവസ്ഥകളും മനസ്സിലാക്കി പെരുമാറാൻ അവൾക്ക് നന്നായിട്ട് അറിയുമായിരുന്നല്ലോ. ഏതാണ്ട് 1 മാസം കൊണ്ട് ഓഫീസിന്റെ പണികൾ പൂർത്തിയായി. അത് ഔദ്യോഗികമായി തുറക്കുന്നതിന് മുന്നേ ജിനുവിന് 2 ദിവസത്തേക്ക് തിരുവനന്തപുരം പോകണമെന്ന് പറഞ്ഞു. വേറെ അറിയില്ല, അവന്റെ പ്രണയകാലം കൂടെയുള്ള പെണ്ണിനെ കാണാൻ. എനിക്കും തോന്നി ഞാനും എൻ്റെ പാത്തുവിനെ കൂട്ടി എങ്ങോട്ടെങ്കിലും ഒന്ന് കറങ്ങി വന്നാലോ ഒന്ന്. ഞാൻ അവളെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവൾക്കും വലിയ സമ്മതം. ചെന്നൈയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ഞാൻ ബൈക്കുമായി ചെന്ന് അവളെ പിക്ക് ചെയ്തു. ബൈക്കിലെ ലോങ് റൈഡ് അവൾക്ക് പണ്ടേ വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ നേരെ ഊട്ടി ലക്ഷ്യമാക്കി വെച്ച് പിടിച്ചു. വൈകുന്നേരത്തോടെ അവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പും ഒപ്പം ചെറിയ മഴയും ഉണ്ടായിരുന്നു. ആടെ റിസോർട്ടിൽ റൂം എടുത്ത് ഫ്രഷായി. അപ്പോഴേക്കും ചൂടുള്ള ഭക്ഷണവും എത്തി. പിന്നെ കഴിഞ്ഞ 2 വർഷത്തെ അകൽച്ചയുടെ കെട്ടുകളെല്ലാം അഴിച്ചു മാറ്റി ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു തുടങ്ങി. പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് വിശേഷങ്ങളുണ്ടായിരുന്നു, പറയാനും കേൾക്കാനും. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. കുറേയേറെ സ്വപ്നങ്ങൾ ഒരുമിച്ച് നെയ്തു കൂട്ടി. എന്തിനേറെ പറയുന്നു, ഞങ്ങൾക്ക് ഭാവിയിൽ ജനിക്കാൻ പോകുന്ന മോൾക്ക് എന്ത് പേരിടണം എന്ന് വരെ ഞങ്ങൾ ആ 2 ദിവസം കൊണ്ട് തീരുമാനിച്ചിരുന്നു. അത്രയേറെ സന്തോഷം നിറഞ്ഞ 2 ദിവസങ്ങളായിരുന്നു അത്. 2 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. ചെറിയൊരു ചാറ്റൽ മഴ അപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നും വകവെക്കാതെ എൻ്റെ ബൈക്ക് മുന്നോട്ട് പാഞ്ഞു. വിശേഷങ്ങൾ പറഞ്ഞും ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടും ഞങ്ങൾ അവിടെ നാടിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. എന്നാൽ ഞങ്ങളുടെ ആ സന്തോഷം ദൈവത്തിന് പോലും സൈസിൽ നിന്ന് തോന്നിപ്പോയി. ഞങ്ങളുടെ സന്തോഷമെല്ലാം തള്ളിക്കെടുത്തിക്കൊണ്ട് ഞങ്ങൾ നെയ്തു കൂട്ടിയ സകല സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് ആ മാസ്മരിക വേഗതയിൽ തകർത്തെറിയപ്പെട്ടു. ഒരു വളവ് തിരിഞ്ഞവും എതിർദിശയിൽ നിന്ന് പാഞ്ഞു വന്നൊരു കാർ ഞങ്ങൾ നേരെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ച് വീണ ഞാൻ വേദനയോടെ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ടത് എവിടെ നിന്നോ വായുവിൽ തെറിച്ച് റോഡിൽ തലയിടിച്ച് വീഴുന്ന എൻ്റെ പാത്തുവിനെയാണ്. നിലത്തുനിന്ന് എഴുന്നേറ്റ് എനിക്ക് പാത്തുവിൻ്റെ ആ വീഴ്ച കണ്ട് തലകറങ്ങുന്ന പോലെ തോന്നി. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചു നിന്നുപോയി. ഞങ്ങൾക്ക് ചുറ്റും ആളുകൾ ഓടിക്കൂടിയതും വണ്ടികൾ നിർത്തിയൊന്നും ഞാൻ അറിഞ്ഞതേയില്ല. മോനെ, അവിടെ എടുത്ത് വേഗം വണ്ടിയിലേക്ക് കയറ്റ് എന്നൊരു ശബ്ദം കേട്ടപ്പോഴാണ് എനിക്ക് സ്വബോധം വീണത്. നോക്കുമ്പോൾ ഒരു ജീപ്പുകാരനാണ് അവളെ താങ്ങിയെടുത്ത് ജീപ്പിലേക്ക് കയറ്റുന്നത്. അവരെത്രയും വേഗം ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിന്നെ അവളെയും താങ്ങി ഹോസ്പിറ്റലിലെ മാലാഖമാരായ നേഴ്സുമാർ സ്കാനിങ് റൂമിലേക്കും എക്സ്റേ റൂമിലേക്കും ഓടുന്നത് നോക്കി എനിക്ക് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അകത്തെന്താണ് നടക്കുന്നതെന്നറിയാതെ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ഞാൻ ഇടിച്ചു കയറിയതും ഡോക്ടർമാർ ചേർന്ന് എന്നെ പിടിച്ച് പുറത്താക്കി. കാത്തിരിപ്പിനൊടുവിൽ ഡോക്ടർ എന്നെ അകത്തേക്ക് വിളിപ്പിച്ചു. പേടിക്കാനൊന്നുമില്ല, കൈക്ക് ചെറിയ പൊട്ടലുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. എന്നാലും വൈകുന്നേരം ഇവരോട് കിടക്കട്ടെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ ഡിസ്ചാർജ് ചെയ്യാം. അപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണ്. ഡോക്ടർ പോയിട്ട് എൻ്റെ പാത്തുമ്മ പതിവ് പോലെ ഡയലോഗ് അടിച്ച്, അങ്ങനെയൊന്നും ഞാൻ വിട്ടു പോയില്ലടാ, പേടിക്കണ്ട കേട്ടോ. അത് കേട്ടത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നിൽക്കുന്നത് എവിടെയാണെന്ന് പോലും നോക്കാതെ ഞാൻ പാത്തുവിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. ഒരുപാട് കരഞ്ഞുപോയി. ആ റൂമിലുണ്ടായിരുന്ന നഴ്സുമാരെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്ന് പോയി. അതിനുശേഷം ഞാൻ പുറത്തേക്ക് പോയപ്പോൾ നഴ്സ് അവളോട് എന്നെ പറ്റി എന്തോ പറഞ്ഞു എന്ന് പിന്നീട് അവൾ എന്നോട് പറഞ്ഞു. അത് ഞാനിവിടെ പറയുന്നില്ല, കാരണം വായിക്കുന്ന നിങ്ങൾ വിചാരിക്കും ഞാൻ പുളുവടിക്കുകയാണെന്ന്. എങ്കിലും ആ ഒരു ദിവസം ഞങ്ങൾ മരണം വരെ മറക്കില്ല. കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച ആ ചേട്ടന്മാരെയും റോഡിൽ ചിതറിക്കിടന്ന ഞങ്ങളുടെ സാധനങ്ങൾ പെറുക്കുന്ന നാട്ടുകാരെയും അന്ന് ജീവരക്ഷിക്കാൻ കൂടുന്ന ഹോസ്പിറ്റലിലെ മാലകമാരെയും ഞങ്ങൾ ഈ നിമിഷം കൃതജ്ഞയോടെ ഓർത്തുപോവാ.
അപ്പോഴേക്ക് എൻ്റെ കൂടപ്പിറപ്പിനേക്കാൾ വലിയ സ്ഥാനം കൊടുത്തിട്ടുള്ള എൻ്റെ ജീനു ഓടിക്ക് വെച്ചെത്തിയിരുന്നു. അവനെ കൂടി കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസമായി. അങ്ങനെ വൈകുന്നേരത്തോടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. എന്നാൽ അടുത്ത പ്രശ്നം വരാനിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്റർവ്യൂവിന് പോയ മോളെങ്ങനെ ഈ പരുവത്തിലായി എന്ന് ചോദിക്കുന്ന അമ്മയുടെ ചോദ്യത്തിന് എന്ത് ഉത്തരം കൊടുക്കും? ഒടുവിൽ വഴിയിൽ വെച്ച് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു കാറ് തട്ടി ഉണ്ടായതാണ് അപകടമെന്ന് ഞങ്ങൾ കള്ളം പറഞ്ഞു. ഇനി എൻ്റെ വീട്ടിലെ സ്ഥിതിയും ഇത് തന്നെയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ പെങ്ങളുടെ വക അടുത്ത ചോദ്യം, നിന്റെ കൈക്ക് നട പറ്റിയത്? ഡ്രസ്സെല്ലാം എങ്ങനെ കീറിപ്പോയി? നമ്മുടെ നാക്കിൽ കൊണ്ടേ കള്ളങ്ങൾ പറയുന്ന കാര്യത്തിൽ പഞ്ഞില്ലാത്തതുകൊണ്ട് ബൈക്കിന് മുന്നിൽ പെട്ടെന്നൊരു പട്ടി ചാടി അങ്ങനെ പറഞ്ഞാ എന്ന് ഞാൻ കൂസില്ലാതെ തട്ടിവിട്ടു. അങ്ങനെ 2 ദിവസം പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. അപ്പോഴാണ് ആ വലിയ ബോംബ് വീണ് പൊട്ടിയത്. ഫേസ്ബുക്കിൽ ഒരു ന്യൂസ് പോസ്റ്റ് വന്നു. അപകടങ്ങൾ സ്ഥിരമായി ഉണ്ടാക്കുന്ന ഒരു വളവിനെ കുറിച്ചുള്ള പോസ്റ്റ്, കൂട്ടത്തിൽ ആ സ്ഥലത്തിന്റെ ഫോട്ടോയും, ഒപ്പം അടുത്തിടെ അപകടത്തിൽപ്പെട്ട ജസ്റ്റ് മാരീഡ് കപ്പിൾസിന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ആ ഫോട്ടോക്കാണെങ്കിൽ എന്റെയും പാത്തുവിന്റെയും മുഖച്ഛായമായിരുന്നു. കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ, ഫേസ്ബുക്ക് നമ്മൾ കൃത്യമായി ചതിച്ചിരിക്കുന്നു. ഒരപകടം പറ്റി മരണത്തിന്റെ വക്കിൽ കിടക്കുമ്പോഴും ആദ്യം ഫോട്ടോ എടുത്ത ആ ഫോട്ടോ മുതലാളിയെ ഞാൻ ഇന്നും മനസ്സിൽ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട്. സ്വന്തം വീട്ടുകാർ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോഴും ആദ്യം ഫോട്ടോ എടുത്തേക്കണല്ലോ. അതോടുകൂടി രണ്ടുപേരുടെയും വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളെല്ലാം കാര്യങ്ങളെല്ലാം അറിഞ്ഞു. പ്രതികളായി ഞങ്ങളോട് കുറ്റസമ്മതം നടത്തേണ്ടി വന്നു. ഒരേ ജാതിയല്ല എന്ന് പറഞ്ഞ് 2 വീട്ടുകാരും ആദ്യം കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നു. പിന്നെ ഞങ്ങൾ 2 വീട്ടുകാരുടെ ഒരു യുദ്ധം തന്നെയായിരുന്നു. നീണ്ടുന്ന 2 വർഷത്തെ കടുത്ത യുദ്ധം. ഒടുവിൽ ഞങ്ങളുടെ ഉറച്ച സ്നേഹത്തിന് മുമ്പിൽ ആ മാതാപിതാക്കളും കീഴടങ്ങി. ഇന്ന് ഈ മരുമോനെയും മരുമോളെയും 2 വീട്ടുകാർക്കും ജീവനാണ്. ഇപ്പോൾ ആ 2 വീട്ടുകാരും ഞങ്ങൾ ഒരുപോലെ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞിപ്പാത്തുവിന് വേണ്ടി.